സർ, ഇപ്പോൾ ഒരു തെരഞ്ഞെടുപ്പ് പാർലമെന്റിലേക്ക് ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടന്നാൽ NDA BJP വലിയ വിജയം നേടും എന്നാണ് ഒരു സർവേ റിപ്പോർട്ട്. അതുപോലെ ബീഹാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിനെ കുറിച്ചും ഇപ്പോൾ ഒരു റിപ്പോർട്ട് പുറത്തു വന്നിട്ടുണ്ട്. അവിടെയും NDAക്കാണ് സാധ്യത കൽപ്പിക്കുന്നത്. എന്താണ് സാർ ഈ രണ്ട് സർവേകളും സൂചിപ്പിക്കുന്ന NDAയുടെ ഒരു തേരോട്ടമാണോ, അതോ ഒരു ഈ പറയുന്നത് പോലെ രാഹുലിൻ്റെ ഒരു എതിർപ്പ് അല്ലെങ്കിൽ ആ പ്രതിരോധം അവിടെ വിജയിക്കില്ല എന്നാണോ? പഹൽഗാം ആക്രമണത്തിന് ശേഷം ഒരു ഭീകരാക്രമണവും ഇന്ത്യയിൽ നടന്നിട്ടില്ല. ട്രംപിനെ പോലുള്ളവർ എന്ത് അവകാശപ്പെട്ടാലും ഞാനാണ് യുദ്ധം നിർത്തിച്ചത് എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും പാകിസ്ഥാൻ അവരുടെ തകർച്ച പലവട്ടം സമ്മതിച്ചു എന്ന് മാത്രമല്ല, പിന്നെന്താ ഒരു ഭീകരാക്രമണവും ഉണ്ടാവാത്തത്? കാരണം ഓപ്പറേഷൻ സിന്ദൂർ നിലച്ചിട്ടില്ല, തുടരുകയാണ്. തിരിച്ചടി ഒന്ന് കൊണ്ടതിൻ്റെ വേദന അവർ മറന്നിട്ടില്ല. അതുകൊണ്ടാണ് രണ്ടാമതൊന്നും നടക്കാത്തത്. ഏറ്റവും കൂടുതൽ നമുക്ക് കിട്ടുന്ന വാർത്ത ബീഹാറിൽ നിന്നുള്ളതാണ്. 3 ഭീകരവാദികൾ ബീഹാറിലേക്ക് കടന്നിട്ടുണ്ട്. ഇന്റലിജൻസ് ശക്തമായിട്ട് ഓരോന്നും കണ്ടുപിടിക്കുന്നു. നിങ്ങളെ എവിടെ പോയി ഒളിച്ചിരുന്നാലും ഞങ്ങൾ കണ്ടുപിടിക്കും, മണ്ണിനോട് നിങ്ങളെ ചേർക്കും, മിട്ടീസെ മിലായിക എന്ന് പറഞ്ഞിട്ടുണ്ട്. നരേന്ദ്രമോദി പറഞ്ഞ വാക്ക് പാലിക്കുക എന്ന് ചെയ്യും, ഒരു സംശയവും വേണ്ട എന്നുള്ളൊരു ഭീതി അന്തരീക്ഷത്തിൽ നിൽക്കുന്നു. എന്നിരിക്കെ ഒരു മോൻ ഇതിൻ്റെ ആനുകൂല്യങ്ങൾ വല്ലതും മോദിക്ക് ലഭിക്കാതെ താൻ സ്വപ്നം കാണുന്ന പ്രധാനമന്ത്രി കസര തനിക്ക് സ്വന്തമാക്കാൻ വേണ്ടിയിട്ട് ബീഹാറിൽ ബുള്ളറ്റേ കയറി ഒരു യാത്ര ചെയ്യുന്നുണ്ട്. പെങ്ങൾ പ്രിയങ്ക ഗാന്ധിയും ഉണ്ട് പില്യൺ റൈഡറായിട്ട്. രണ്ടുപേരും കൂടെ ഹെൽമെറ്റ് ഇട്ടിട്ടുണ്ടോ എന്ന് സംശയമാണ് കേട്ടോ. അവിടെ നിയമം ബാധകമല്ലെന്ന് തോന്നുന്നു. എന്ത് കോമാളിത്തം വേണമെങ്കിലും കാണിക്കും, പോട്ടെ, അദ്ദേഹത്തിൻ്റെ സ്വകാര്യ കാര്യം. അപ്പോൾ അദ്ദേഹം വിചാരിച്ചത് ബീഹാറിൽ ഇപ്പോൾ NDA അങ്ങ് തൂത്തുവാരി മുട്ട പൊട്ടിക്കുന്നത് പോലെ പൊട്ടിച്ച് ഇപ്പോൾ ലഡ്ഡു പൊട്ടിക്കാൻ തനിക്കും തൻ്റെ പാർട്ടിക്കും തൻ്റെ മുന്നണിക്കും മഹാസഖ്യം ആണല്ലോ. അതെ, ആ മഹാസഖ്യത്തിന് കിട്ടിയ സീറ്റുകൾ കഴിഞ്ഞ പ്രാവശ്യത്തെക്കാൾ കുറയാനാണ് ഇപ്പോൾ സാധ്യത എന്നാണ് ഏറ്റവും ഒടുവിലത്തെ പ്രവചനങ്ങൾ സൂചിപ്പിക്കുന്നത്. അതായത് ഇന്ത്യ ഈ കാര്യത്തിൽ വളരെ ക്രെഡിബിലിറ്റിയുള്ള, കാരണം ക്രെഡിബിലിറ്റി വലിയ പ്രശ്നമാണ്. ഈ മോഡീസ് എന്നൊക്കെ പറയുന്നത് പോലെയും ഏൺസ്റ്റ് ആൻഡ് യങ് എന്നൊക്കെ പറയുന്ന പോലെ അവരുടെ ക്രെഡിബിലിറ്റി ഒരിക്കൽ പോയി കഴിഞ്ഞാൽ പിന്നെ അവർക്ക് ഇതൊരു നിലനിൽപ്പുണ്ടാവില്ല, ലോക്കൽ സ്റ്റാൻഡി ഉണ്ടാവില്ല. അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്ത ആവശ്യത്തിന് സാമ്പിളും ഒക്കെ കൈകാര്യം ചെയ്തിട്ട് ഉണ്ടായ റിസൾട്ടിൽ പറയുന്നത് ഇന്ത്യ ടുഡേയുടേതാണ്, ദേശീയ മാധ്യമത്തിന്റെ ഒരു സർവേ. ഇന്ത്യ ടുഡേയുടെ വരുന്നത് NDAയുടെ മൊത്തം ഇന്ത്യയിലുള്ളതാണ്. ബീഹാറിലെ മാത്രമായിട്ട് ടൈംസ് ഓഫ് ഇന്ത്യയുടേതായിട്ടുള്ള ഒരു സർവേ വന്നിട്ടുണ്ട്. ടൈംസ് നൗ ചാനൽ, അവരുടെ ചാനലായിട്ടുള്ള ടൈംസ് നൗവിന്റെ ഒരു സർവേ വന്നിട്ടുണ്ട്. അതിൽ സൂചിപ്പിക്കുന്നത് ബീഹാറിൽ മഹാസഖ്യത്തിന് കിട്ടുന്നത് ഈ കിടന്ന് എന്താ പറയുന്ന കള്ളവോട്ട്, വോട്ട് ചോരി എന്നുള്ള മുദ്രാവാക്യം പറഞ്ഞുകൊണ്ട് വോട്ടധികാർ യാത്ര നടത്തുന്നവർക്ക് എല്ലാം കൂടി കൂട്ടിച്ചേർത്ത് വെച്ച ആകെക്കൂടി കൂട്ടിച്ചേർത്ത് വെച്ചാൽ കിട്ടുന്നത് കേവലം 75 സീറ്റ്. എല്ലാവരും കൂടെ തേജസ്വി യാദവിൻ്റെ പാർട്ടി, കോൺഗ്രസ്, പിന്നുണ്ടല്ലോ തൃണമൂൽ ഒക്കെ ഉണ്ടെന്നാണല്ലോ പറയുന്നത്. അവിടെ അവരെല്ലാം കൂടെ ചേർന്നാൽ കിട്ടുന്നത് മൊത്തം 75 സീറ്റ്. BJP മാത്രം അവിടെ നേടുന്നത് 81 സീറ്റ്. കേന്ദ്രത്തിലെ ഒരു അവസ്ഥ തന്നെ വരും. കാരണം ആ സഖ്യം എല്ലാം കൂടെ നേടിയ സീറ്റിനേക്കാൾ കൂടുതലാണ് BJPക്ക് കിട്ടിയത് ഇപ്പോഴത്തെ കേന്ദ്രത്തിലെ പാർലമെന്റിലെ. എന്ന് പറയുന്നത് പോലെ കഴിഞ്ഞ പ്രാവശ്യം 74 ഉണ്ടായിരുന്നുള്ളൂ BJPക്ക്. ഇപ്പോൾ വോട്ട് ചേരിയും കൊണ്ട് മോൻ പോയതുകൊണ്ട്, പപ്പു മോൻ പോയതുകൊണ്ട് അവരുടെ സീറ്റ് 81 കൂടാൻ പോവുക. ഏറ്റവും വലിയ കക്ഷിയായിട്ട് വരിക. വേണമെങ്കിൽ മുഖ്യമന്ത്രി ഓപ്പറേഷൻ സിന്ദൂർ എല്ലാം ഈ തെരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കുന്നതാണ്. എന്ന് മാത്രമല്ല വോട്ട് ചേരിയുടെ ഫലം ഇതാണെന്ന് രാഹുൽ ഗാന്ധി ഇനിയെങ്കിലും മനസ്സിലാക്കി വെറുതെ ബുള്ളറ്റിന് പെട്രോൾ അടിക്കുന്നത് കുറയ്ക്കുക, ദയവ് ഇത് പൊല്യൂഷൻ ഉണ്ടാക്കാതിരിക്കുക. നമ്മുടെ ഇദ്ദേഹത്തിന്റെ കാര്യത്തിൽ എന്താണ്, നിതീഷ് കുമാറിന്റെ കാര്യത്തിൽ എന്താണ് പറയുന്നത്? നിതീഷ് കുമാർ മാന്യനായ വ്യക്തിയും പ്രായവും ഒക്കെ പരിഗണിച്ചുകൊണ്ടും തന്നെയല്ല BJPയുടെ ഈ വളരുന്ന ശക്തി കണ്ടുകൊണ്ടും മുഖ്യമന്ത്രി സ്ഥാനം മാറ്റി വയ്ക്കേണ്ടതാണ് BJPക്ക്. പക്ഷേ പണ്ടെങ്ങനെ ശ്രീ അച്യുത മേനോനെ മുഖ്യമന്ത്രിയാക്കിയോ, കേവലം ഏതാണ്ട് 18-19 സീറ്റുകൾ മാത്രമുള്ള CPIയെ
അവർക്ക് മുഖ്യമന്ത്രി സ്ഥാനം കൊടുത്തുകൊണ്ട് കെ കരുണാകരൻ ആഭ്യന്തരമന്ത്രി പദവിയിലേക്ക് മാറി നിന്നുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് കോൺഗ്രസ് ഐക്യത്തിലൂടെ ഒരു ഗവൺമെന്റ് ആദ്യമായിട്ട് വന്ന ഒരു ഗവൺമെന്റ് ഐക്യം, ഏറ്റവും കൂടുതൽ സ്റ്റേബിൾ ആയിരുന്ന ഗവൺമെന്റിലെ അങ്ങനെ നീക്കിവെച്ചു. അതുപോലെ ചിലപ്പോൾ കൂർമിയായിട്ടുള്ള പിന്നോക്ക സമുദായത്തിൽ പെട്ടിട്ടുള്ള ഈ നിതീഷ് കുമാർ യാദവ് തന്നെ മുഖ്യമന്ത്രിയായി തുടരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് BJP ഒരു ഉപമുഖ്യമന്ത്രി പദം മാത്രം ആ ഒരു മഹാമനസ്കത അവരുടെ അതൊരു ധാരണയാണ്. വളരെ പണ്ട് മുതലേ നിതീഷും NDAയും തമ്മിലുള്ള ധാരണ നന്നായിട്ട് തൊട്ടറിയാവുന്ന ഒരാളും കൂടിയാണ്. അതെ, NDA രൂപീകരിക്കുന്നതിൽ വലിയ പങ്കുവഹിച്ച ഒരാളുമാണ്. ഇടയ്ക്കുന്ന കാര്യം മാറി എങ്കിലും അദ്ദേഹം ആ ഒരു മുന്നണിക്ക് രൂപം കൊടുത്ത ജനതാ പാർട്ടിയുടെ ഒരു സ്പിരിറ്റ്, പഴയ ജനതാ പാർട്ടിയുടെ ഒരു സ്പിരിറ്റ് കാത്തു സൂക്ഷിക്കുന്നത് അപൂർവം ചില അഴിമതിരഹിതനായ ഒരു പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ട ഒരാളുമാണ് അദ്ദേഹം. അപ്പൊ അതുകൊണ്ട് തീർച്ചയായിട്ടും ആ പദവി അത് പിന്നത്തെ കാര്യം. ഇപ്പൊ തെരഞ്ഞെടുപ്പിന്റെ ഒരു സൂചനയാണ്. ഇപ്പോഴത്തെ JDUവിന് അങ്ങനെയാണെങ്കിൽ എത്ര സീറ്റ് കിട്ടാൻ സാധ്യതയുണ്ടെന്നാണ് പ്രവചനം? JDUവിന്റെ പ്രത്യേകമായിട്ട് നമുക്ക് കണക്ക് അവൈലബിൾ അല്ല. മൊത്തം മഹാസഖ്യത്തിന് കിട്ടുന്ന 75. ഇതിൽ കഴിഞ്ഞ പ്രാവശ്യം എനിക്ക് മനസ്സിലാവുന്നത് 6% വോട്ടാണ് ബീഹാറിന്റെ മണ്ണിൽ കോൺഗ്രസിന് കിട്ടിയത്. കേവലം 6%. എന്തായാലും കോൺഗ്രസിനേക്കാൾ വലിയ കക്ഷി അവിടെ JDUവിന്റെ ആണോ ഇപ്പൊ ചോദിച്ചത്? RJD ആയിരിക്കും കോൺഗ്രസിനേക്കാൾ. JDUവിന് 81 വരുമ്പോൾ നമുക്കിപ്പോ തന്നെ കണക്കൂട്ടി പറയാം. മറ്റു കക്ഷികൾ വളരെ മിനിസ്ക്യൂൾ അല്ലേ. ആകെ കിട്ടുന്ന സീറ്റുകൾ എന്ന് പറയുന്നത് ഇവർക്ക് NDAക്ക് കിട്ടുന്നത് എന്ന് പറയുന്നത് ബീഹാറിലെ 243 സീറ്റാണ്. അതിൽ 136 സീറ്റുകൾ കിട്ടുന്നത് NDAക്കാണ്. 81 പോയാൽ 81 സീറ്റുകൾ അതില് BJPക്ക് കിട്ടും. 81 BJPക്ക് കിട്ടും. അതുപോലെ തന്നെ 75 സീറ്റുകൾ ആർക്ക് കിട്ടും? ഈ മഹാസഖ്യത്തിന് കിട്ടും. 8, 7, 15, അതായത് 150 സീറ്റുകൾ. 8, 7, 15, 150 സീറ്റുകളിൽ പിന്നെ ഇവർക്ക് കിട്ടാവുന്നത് മൊത്തം 240 ഏതാണ്ട് ഒരു 60 സീറ്റോളം കിട്ടുന്നുണ്ട്. അത് വെച്ച് നോക്കുമ്പോൾ 60-70 സീറ്റോളം അവർക്ക് കിട്ടുന്നുണ്ട്. രണ്ടാം സ്ഥാനത്തെ വരുന്നുള്ളെങ്കിലും വലിയ കുഴപ്പമില്ലാത്ത ഒരു സീറ്റ് ഷെയറാണ് അവർക്ക് കിട്ടാൻ പോകുന്നത്. അപ്പൊ അതുകൊണ്ട് മിക്കവാറും നിതീഷ് കുമാർ തന്നെ അടുത്ത മന്ത്രിയാവും. അദ്ദേഹം സ്വയം തീരുമാനിച്ചില്ലെങ്കിൽ മുഖ്യമന്ത്രിയായിട്ട് തുടരാനുള്ള ഒരു സാധ്യതയും കൂടെ കാണുന്നത്. കാരണം അവിടെ പിന്നെ LJP എന്ന് പറയുന്ന കക്ഷി അതിന് വളരെ കുറച്ച് സീറ്റുകളെ കിട്ടും. പക്ഷെ മത്സരിക്കുന്ന സീറ്റുകളിലെല്ലാം വിജയിക്കും. അതൊരു സിംഗിൾ ഡിജിറ്റ് പഴയ നമ്മുടെ രാംവിലാസ് പാസ്വാന്റെ പാർട്ടിയാണ്. മിടുക്കനാണ്. അയാളിടയ്ക്ക് BJP ചിരാഗ് പാസ്വാൻ മിടുക്കനാണ്. തിരിച്ച് NDAയിലേക്ക് വന്നിട്ടുണ്ട്. അറിയാം, അവിടുത്തെ രാഷ്ട്രീയ യാഥാർത്ഥ്യം പഠിക്കുന്നവരെല്ലാം NDAയുടെ കൂടെ. അവിടെ ബീഹാറില് ശരിക്കും ഈ ദളിത് വോട്ടുകൾ, അതായത് പട്ടികജാതി വോട്ടുകൾ, പട്ടികവർഗ വോട്ടുകൾ സമാഹരിക്കാൻ കഴിയുന്ന തരത്തിലേക്ക് ഈ രാംവിലാസ് പാസ്വാന്റെ പാർട്ടി ഇപ്പോൾ വളർന്നിട്ടുണ്ട്. ഏറ്റവും അത് പിന്നോക്കക്കാർ തന്നെ അവിടെ 2 ആൾക്കാരുണ്ട്. ഈ യാദവന്മാരെന്ന് പറയുന്ന ഇതിന്റെ ആനുകൂല്യങ്ങളെല്ലാം പിടിച്ചു പറ്റിക്കൊണ്ട് അതിന്റെ സൗകര്യങ്ങളെല്ലാം അനുഭവിക്കുന്നത് യാദവന്മാര്. അതേസമയം കൂർമികൾ എന്നൊക്കെ പറയുന്നവര് അവർക്ക് ഇതിനെക്കുറിച്ച് മാഞ്ചി, നമ്മുടെ നേരത്തെ ഒരു മുഖ്യമന്ത്രി ആയിരുന്ന മാഞ്ചി, പട്ടികവർഗത്തിൽ ഏറ്റവും താഴെ കിടക്കുന്ന ഒരു ക്രീമി ലെയർ ഉണ്ട് അവിടെ. യാദവന്മാരുടെ ഒരു ക്രീമി ലെയറിന് താഴെ ഈ ദുരിതരഭങ്ങൾ അനുഭവിക്കുന്ന കൂർമികളും അങ്ങനെയുള്ള ഒരുപാട് വിഭാഗങ്ങളുണ്ട്. പക്ഷെ ഇപ്പൊ നോക്കണം, ബീഹാറിന്റെ പുരോഗമനം കാണണം. ഈ NDA സർക്കാർ വന്നതിന് ശേഷം ഗ്രാമാന്തരങ്ങളിലെല്ലാം സ്കൂളുണ്ട്. ഇപ്പം ഗ്രാമങ്ങളെല്ലാം വൃത്തിയായിരിക്കുന്നു. വഴിയിൽ അരികിലിരുന്ന് വിസർജനങ്ങൾ നിർവഹിച്ചിരുന്ന ആൾക്കാർക്ക് ഇപ്പൊ സ്വന്തമായിട്ട് ശൗചാലയങ്ങളുണ്ട്. അവർ കന്നുകാലികളെ വളർത്തുന്നു, കൃഷി നടത്തുന്നു, സംതൃപ്തരായിട്ട് ജീവിക്കുന്നു. ആ ചിത്രങ്ങളൊന്നും ആരും കാണുന്നില്ല. ബീഹാറിന് വലിയൊരു മാറ്റമാണ്. അതിന്റെ ആ ചാണകത്തിൽ കുണ്ടളപ്പുഴു അരിക്കുന്നത് പോലെ അവർക്കിടയിലാണ് ഈ ഗുണ്ടകൾ പ്രവർത്തിച്ചിരുന്നത്. അവിടെ ജംഗിൾ രാജ് ആയിരുന്നു. ഞാൻ ബീഹാറിൽ പോയിട്ടുണ്ട്, എനിക്കറിയാം. അവിടെ കൃത്യമായിട്ട് ഈ ലാലുവിന്റെ പാർട്ടി, അന്ന് ഈ ജനതാദൾ എന്ന് പറയുന്നത് പാർട്ടി ഉണ്ടെങ്കിൽ ലാലു ആണ് അവിടുത്തെ ഓൾ ഇൻ ഓൾ. ലാലു പറയുന്നതിനപ്പുറത്തോട്ട് ഒന്നും നടക്കില്ല. ഗുണ്ട നേതാവ്. തെരഞ്ഞെടുപ്പിൽ റിഗ്ഗിംഗ് നടന്നിരുന്നു. ലാലുവിന്റെ ജംഗിൾ രാജാണ് അവിടെ നടന്നുകൊണ്ട്. ലാലുവും എല്ലാം കൂടിയാണ് ഇപ്പൊ വോട്ട് ചോരി നടക്കുന്നതെന്നും പറഞ്ഞിട്ട് ലാലുവിന്റെ മകനും മകളും എല്ലാരും കൂടെ ചേർന്ന് വലിയ. അപ്പൊ തീവട്ടിക്കൊള്ളക്കാരാണ് അവിടെ ഇരുന്ന് ഇതേ കള്ളൻ എന്നും പറഞ്ഞിട്ട് മധുവിനെ പോലെ ഇത്തിരി അരി വാങ്ങിക്കാൻ അങ്ങോട്ട് കടയിൽ പോയ ആളിനെ വിളിച്ചു പറഞ്ഞു. അത്രയും പോലും ഇല്ലിപ്പോ നടക്കുന്നില്ല. വോട്ട് ചോരി എന്ന് പറയുന്നത് തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെയാണ് അവർ സമരം നടത്തുന്നതെങ്കിലും പ്രത്യക്ഷമായിട്ട് മോദിക്ക് ഇതിന്റെ ആനുകൂല്യം കിട്ടുമോ?
കള്ള വോട്ടുകൾ പോയി കിട്ടിയാൽ എന്നുള്ളതാണ്. പക്ഷെ എനിക്ക് തോന്നുന്നു ഇവരുടെ സർവേയില് അല്ല, 56 ലക്ഷത്തിന്റെ കണക്ക് വന്നു. 65 ലക്ഷം പോയതിന്റെ കണക്ക് വന്നിട്ടില്ല. അത് കണക്ക് കൂട്ടാൻ പറ്റില്ല. കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ സാമ്പിൾ സർവേയിൽ അങ്ങനൊരു കണക്കെടുപ്പ് നടത്താൻ പറ്റില്ല. അതുകൊണ്ട് മിക്കവാറും ഇതിലും തിളങ്ങുന്ന ഒരു റിസൾട്ട് ആയിരിക്കും അവിടെ ഉണ്ടാവാൻ പോകുന്നതെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കേണ്ടത്. ഒരു 80 BJP തന്നെ ആയിരിക്കും ഏറ്റവും വലിയ കക്ഷി. NDA തന്നെ അധികാരത്തിൽ വരികയും ചെയ്യും എന്നുള്ളതാണ് നമുക്കിപ്പോൾ ഇപ്പോഴത്തെ ഒരു മൂഡ് അതാണ്. മാറ്റങ്ങളൊന്നും ഉണ്ടായില്ലെങ്കിൽ ഈ നിലയായിരിക്കും. ഒരു വർഷത്തിൽ കേന്ദ്രത്തിലെ ഒരു തെരഞ്ഞെടുപ്പ് നടക്കുകയാണ്. 324 അതുപോലെ ഒരു സർവേയും കൂടെ ഉണ്ട്. 324 കിട്ടും കേന്ദ്രത്തിൽ ഇപ്പോൾ NDAക്ക് എന്നാണ് പറയുന്നത്. ഇപ്പോൾ നിലവിൽ അവർക്ക് 2024 തെരഞ്ഞെടുപ്പ് 293 സീറ്റേ ഉള്ളൂ. ഈ സർവേ നടത്തിയിരിക്കുന്നതാണ് ഇന്ത്യ ടുഡേ, മൂഡ് ഓഫ് ദി നേഷൻ ടുഡേ എന്ന് പറയുന്ന സർവേയിലൂടെ. ഇത് രണ്ടും ദേശീയ മാധ്യമങ്ങളാണ്. കാരണം അവരുടെ വിശ്വാസ്യതയുടെ പ്രശ്നങ്ങൾ, അതിൽ വെള്ളം ചേർക്കാൻ സാധ്യതയില്ല. അതുകൊണ്ട് വോട്ട് ചോരി എന്ന് പറയുന്ന പോലെ ഒരു ആരോപണം ഇതിനെക്കുറിച്ച് ഉണ്ടാവാൻ നിർവാഹമില്ല. എന്തായാലും അതാണ് നേഷന്റെ മൂടെന്ന് തിരിച്ചറിഞ്ഞ് വെറുതെ ബുള്ളറ്റ്, ദേശത്തിന്റെ താല്പര്യം ഇതാണ്, വെറുതെ ബുള്ളറ്റ് ഓടിച്ച് പെട്രോൾ പാഴാക്കാതെ പപ്പുമോൻ നേരെ ഷെഡി കയറ്റി വെക്കും. ഷെഡി കയറും. നിങ്ങൾ ഉടനെ തന്നെ ഷെഡി കയറും.